ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 റിലീസായിട്ടുള്ള ദ ഗ്രേറ്റ് ഫ്ലഡ് എന്ന ഒരു സൗത്ത് കൊറിയൻ സയൻസ് ഫിക്ഷൻ ഡിസാസ്റ്റർ മൂവിയാണ്. പക്ക ഒരു ഡിസാസ്റ്റർ മൂവി വിചാരിച്ച് ഇത് കണ്ടിട്ട് ഒടുക്കത്തിന്റെ സെക്കൻഡ് ഹാഫ് ആവുമ്പോൾ ശരിക്കും ഒരു കിളിപ്പാറിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ ഒരു മൂവി കണ്ട മിക്ക ആൾക്കാർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ തന്നെ ഇതിന്റെ എൻഡിങ്ങിൽ നിങ്ങൾക്കും ഉണ്ടാവും. സോ അതുകൊണ്ട് നമുക്കിപ്പോൾ നേരെ ഒരു മൂവിയിലോട്ട് കടന്നാലോ. അങ്ങനെ മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു കഥയിലെ നായികയായിട്ടുള്ള അന്നയാണ്. അവളുടെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ അവളുടെ മകനായിട്ടുള്ള ജായും ഇപ്പൊ കിടക്കുന്നുണ്ട്. അവനാകട്ടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അന്നയെ വിളിച്ചിട്ട് അമ്മേ നമുക്ക് സ്വിമ്മിങ്ങിന് പോവാമെന്നും എണീക്കാനും പറഞ്ഞ് അന്നയെ ശല്യപ്പെടുത്തുകയും അവന്റെ വാശി കാരണം കൊണ്ട് യാതൊരു ഓപ്ഷൻസും ഇല്ലാണ്ട് അവൾക്ക് ലാസ്റ്റ് എണീക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു സിംഗിൾ മദർ ആയിട്ടുള്ള നമ്മുടെ വേന അവളുടെ ഡെയിലി കാര്യങ്ങളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങുന്നതിന്റെ ഇടയിൽ അവളിപ്പോ ജനലിലൂടെ നോക്കുമ്പോൾ അവിടെ വളരെ ഹെവി ആയിട്ടുള്ള റെയിൻഫോൾ ഉള്ള കാര്യം അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അത് അത്രയും കാര്യമാക്കാണ്ട് അവളിപ്പോ ജായിന് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അവൻ അതൊക്കെ കൊടുത്ത് അവനിപ്പോ വരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോ ഒക്കെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു ഫ്ലാറ്റിലെ അവളുടെ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിരിക്കുന്ന കാര്യം അവള് ശ്രദ്ധിക്കുന്നത്. പേടിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലാറ്റിന്റെ 2ാമത്തെ ഫ്ലോറിലാണ് അവൾ താമസിക്കുന്നത്. സോ ഈ ഒരു ഫ്ലോറിലേക്ക് വെള്ളം കയറണമെങ്കിൽ ആ ഒരു എൻറ്റയർ സിറ്റി തന്നെ ഫ്ലഡഡ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം അവൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു ഫ്ലാറ്റിന്റെ മാനേജ്മെന്റ് ആകേണ്ട സിറ്റി മുഴുവൻ ഫ്ലഡഡ് ആണെന്നും എത്രയും വേഗം നിങ്ങൾ മുകളിലത്തെ നിലകളിലേക്ക് മാറണമെന്നും ലിഫ്റ്റുകളൊന്നും ഓപ്പറേറ്റ് ചെയ്യാത്ത കാര്യവും അവരിപ്പോൾ പറയുന്നുണ്ട്. സോ ഇത് കേൾക്കുമ്പോൾ തന്നെ വെള്ളം ഇപ്പൊ കയറി വരുന്ന കാരണം കൊണ്ടും ആകെ പാനിക് ആകുന്ന ആന എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള വഴികൾ നോക്കുമ്പോൾ ഇതേ നേരം ജായിനാകട്ടെ അവിടെ ഇരുന്ന് ഓരോ കുസൃതികളൊക്കെ ചെയ്ത് നമുക്ക് സ്വിമ്മിങ് പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഈ നേരത്താണോടാ നിന്റെ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞ് ആനപ്പോ അവനെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അന്നപ്പോ അവളുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തതിനു ശേഷം പോകാനായിട്ട് റെഡി ആവുമ്പോൾ അവൾക്ക് ഒരു കമ്പനിയിലെ സെക്യൂരിറ്റി ഓഫീസറിന്റെ ഒരു കോള് വരികയും അയാള് നിമിഷങ്ങൾക്കുള്ളിൽ അവിടേക്ക് എത്തി അവളെ രക്ഷപ്പെടുത്താമെന്നും പറയുന്നുണ്ട്. പക്ഷെ ടൈമൊക്കെ വളരെ കുറവായതുകൊണ്ട് പാക്കിംഗ് ഒന്നും ചെയ്യേണ്ടെന്നും തന്റെ മകനെയും കൂട്ടി ഏറ്റവും പെട്ടെന്ന് തന്നെ മുകളിലത്തെ ഫ്ലോറിലേക്ക് എത്താനുമായിട്ടാണ് അയാളിപ്പോ പറയുന്നത്. അങ്ങനെ ഇപ്പൊ ആന ജായിനെയും കൂട്ടി മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ജായിനെയും കാണുന്നുണ്ടായിരുന്നില്ല. നേരത്തെ അന്ന അവന് ചീത്ത പറഞ്ഞ കാരണം കൊണ്ട് അവൻ അപ്സെറ്റ് ആവുമെന്ന് മനസ്സിലാക്കുന്ന ആന നേരെ തന്നെ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കബോർഡ് തുറക്കുകയും അതിനകത്ത് നിന്ന് ഒളിച്ചിരിക്കുന്ന അവനെ സമാധാനമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ ഇത് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഇപ്പൊ അന്ന ജായിനെയും പിന്നെ ജായിന് വേണ്ട ഒരു മെഡിസിനും എടുത്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറാനായിട്ട് ഒരു സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ നിറച്ച് ആളുകളെ കാണുകയും വീണ്ടും ടൈം കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവളിപ്പോ എമർജൻസി ആയിട്ടുള്ള സ്റ്റെയേഴ്സ് വെച്ചിട്ട് ആ ഒരു കോറിഡോറിന്റെ മുകളിലത്തെ നിലയിലേക്ക് കയറാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ താഴെയുള്ള ആ ഒരു വെള്ളത്തിൽ കൂടെ ഒരുപാട് പേര് മരണത്തിനോട് മല്ലിടിച്ച് നീന്തി പോകുന്നൊക്കെ കാണുമ്പോൾ ജായിന് പേടിക്കുകയും അവനെ ആശ്വസിപ്പിക്കാനായിട്ട് ആനപ്പോ അവനൊരു പാട്ട് പാടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മുടെ ജായിന്റെ ചില ക്യാരക്ടേഴ്സും മറ്റൊക്കെ കാണുമ്പോൾ അവനൊരു നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയല്ലെന്നും അവൻ എന്തോ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ആന ആ ഒരു മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോ അടുത്ത ആ ഒരു ഫ്ലോറിലേക്ക് എത്തുന്ന അവര് ഇങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അങ്ങ് വോണ്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ നമ്മുടെ ആനേനെ ഒരു സെക്യൂരിറ്റി ഓഫീസർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അയാളെ ആ ഒരു ഫ്ലോറിന്റെ ഒരു സൈഡിൽ നിന്ന് അവര് മീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പൊ ആന താൻ ഇവിടെ ഉണ്ടെന്ന് അയാളെ വിളിച്ച് പറയുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ജായിനാകട്ടെ അവളുടെ കൈ വിട്ടിട്ട് സൈഡിൽ കൂടെ പോയ ആൾക്കാരുടെ ഒപ്പം അവരെ ഫോളോ ചെയ്ത് പോവാനായിട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഇപ്പോ അവൻ കയറിപ്പോയത് തൊട്ടപ്പുറത്തെ റൂമിലേക്കാണെന്ന് മനസ്സിലാക്കുന്ന ആന അവനെ ഫോളോ ചെയ്തിട്ട് നേരെ ആ ഒരു റൂമിലേക്ക് കയറി പോവുകയും അവിടെ അവനെ സെർച്ച് ചെയ്തതിന്റെ ഇടയിൽ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് വിൻഡോയിലൂടെ വലിയ ഒരു സുനാമി പോലത്തെ വേവ് ആ ഒരു അപ്പാർട്ട്മെന്റിനെ ലക്ഷ്യമാക്കി വരുന്ന കാര്യവും കണ്ട് അവൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കെ തന്നെ പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് താനും തന്റെ ഹസ്ബൻഡും മകനുമായിട്ട് ഒരു ആക്സിഡന്റിൽ പെട്ടതും അവരെല്ലാവരും വെള്ളത്തിനിടയിൽ ട്രാപ്ഡ് ആയിട്ട് പോകുന്ന ആ ഒരു മെമ്മറിയെ പറ്റി പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം തന്നെ ആ ഒരു സുനാമി പോലത്തെ വേവ് അപ്പാർട്ട്മെന്റിനെ ഹിറ്റ് ചെയ്യുകയും അവിടെ ഫുള്ളും ഫ്ലഡഡ് ആവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും തന്റെ മകനെ രക്ഷിക്കാനായിട്ട് അന്ന എന്ന ആ ഒരു അമ്മ ആ ഒരു വെള്ളത്തിൽ കൂടെ നീന്തി ഇപ്പോ ആ ഒരു വെള്ളത്തിനിടയിൽ ബോധമില്ലാണ്ട് കിടക്കുന്ന തന്റെ മകനെ കണ്ടുപിടിച്ച് അവനെ എങ്ങനെയെങ്കിലും മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുന്ന നേരം അവിടേക്ക് അവരെ രക്ഷിക്കാനായിട്ട് ഇപ്പോ നേരത്തെ കണ്ട ആ ഒരു സെക്യൂരിറ്റി ഓഫീസറും എത്തുന്നുണ്ട്. അങ്ങനെ അയാളുടെ സഹായത്തോടു കൂടി തന്നെ കഷ്ടിച്ച് അനയും ജായിനും ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് തൊട്ടുമുകളിലത്തെ ഒരു ഫ്ലോറിലേക്ക് അവര് നീന്തി കയറുന്നുണ്ട്. അങ്ങനെ കയറിയതിനു ശേഷം അന്ന ഇപ്പോ തന്റെ മകനെ CPR ഒക്കെ കൊടുത്തിട്ട് അവനെ തിരിച്ച് ജീവനിലോട്ട് കൊണ്ടുവരികയും അവന് ബോധം വന്നതിന് ശേഷം അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ രക്ഷിച്ചതിന് ശേഷം ആ ഒരു സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടുള്ള ഈജോ ഇപ്പോ അവന് മുകളിലുള്ള ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് അന്ന സേഫ് ആണെന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. ആക്ച്വലി ഈ അന്ന എന്ന് പറയുന്നത് വളരെ ലീഡിംഗ് ആയിട്ടുള്ള
ആയിട്ടുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിസർച്ചറാണ്. മാത്രമല്ല അവൾ ഈയടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആകട്ടെ ഈ ഇമോഷൻ എൻജിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൊക്കെ ഉണ്ടായിരുന്നതാണ്. സോ ആ ഒരു പ്രൊജക്ടിനെ സക്സീഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോ ആനയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഇപ്പൊ ആ ഒരു സെക്യൂരിറ്റി ഓഫീസർ ആനയും കൂട്ടി ഓരോ മുകളിലത്തെ നിലകളിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്ലഡ് ഉണ്ടായെന്ന് അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് 3 മണിക്കൂർ മുമ്പ് നമ്മുടെ ഭൂമിയിലേക്ക് വലിയൊരു ഉരുക്ക വന്ന് വീണതും അതിന്റെ ഇമ്പാക്റ്റിലായിട്ട് അന്റാർട്ടിക്കയിലുള്ള എല്ലാ ഐസും മെൽറ്റ് ചെയ്ത് ഇപ്പോൾ സീ വാട്ടർ ആയിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഫ്ലഡഡ് ആയതെന്നും പക്ഷെ പ്രശ്നങ്ങൾ എവിടെയും കഴിഞ്ഞിട്ടില്ലെന്നും അധികം വൈകാണ്ട് ഇനിയും ഇതുപോലെ ഒരുപാട് ഉലുക്കകൾ വന്ന് നമ്മുടെ ഭൂമിയിൽ പതിക്കുന്നു, ഭൂമി എൻറ്റയർ ആയിട്ട് മുഴുവനും നശിപ്പിച്ച് കളയുമെന്നും അവനിപ്പോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ എല്ലാ ഉലുക്കകളും ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ നശിച്ചു പോകുന്ന കാരണം ഈ മനുഷ്യൻ എന്ന ഈ ഒരു വർഗത്തിനെ അതിന്റെ എക്സ്റ്റൻഷനിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മനുഷ്യരാശിയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആനയെ പോലുള്ള റിസർച്ചേഴ്സിന്റെ ഹെൽപ്പ് വേണമെന്നുള്ളൊരു കാര്യവും അവനിപ്പോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ മനുഷ്യരാശിയെ നിലനിർത്തുന്നതിന് വേണ്ടി ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻസിനൊക്കെ ഉണ്ടാക്കുക എന്നതായിരുന്നു നമ്മുടെ ആനയുടെയും അവളുടെ ഒരു ബോസിന്റെയും പ്രൊജക്ട്. പക്ഷെ അവളുടെ ബോസ് ആകട്ടെ ഒരു ഫ്ലഡിന്റെ ഇടയിൽ മരിച്ചു പോവുകയും അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവൾക്കാണ് ഇതിന്റെ ഒരു ഡ്യൂട്ടി കിട്ടുന്നത്. അങ്ങനെ ഇപ്പോൾ അവരിവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ ഇടയിലാണ് പെട്ടെന്ന് നമ്മുടെ ജായിന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവൻ കരയാനായിട്ട് തുടങ്ങുന്നത്. ചാവാൻ പോകുമ്പോഴാണോടാ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി ആകട്ടെ ആക്കട അവനെ ചീത്ത പറയുന്നുണ്ടെങ്കിലും ആനയാകട്ടെ തന്റെ കൊച്ചിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു റൂമിലേക്ക് കയറിയിട്ട് അവന്റെ ബാത്റൂമിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്ത് വിലയോടത്തും തന്റെ മകനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അന്ന അത്രമാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതേ നേരം പെട്ടെന്ന് ആ ഒരു റൂമിൽ ആകെ ഗ്യാസിന്റെ സ്മെല്ല് വരികയും തൊട്ടപ്പുറത്ത് ഫ്ലാറ്റുകളായിട്ട് എക്സ്പ്ലോഡ് ചെയ്യാനും തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് ശരിയാവരുന്ന് മനസ്സിലാക്കി സെക്യൂരിറ്റി ഇപ്പോൾ ആനയും ജായിനെ എടുത്തിട്ട് ആ ഒരു ഫ്ലാറ്റിന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും ആ ഒരു കോറിഡോർ മുഴുവൻ തന്നെ ഇങ്ങനെ എക്സ്പ്ലോഷൻസ് നടക്കുന്ന കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാണ്ട് ആ ഒരു സെക്യൂരിറ്റി ആകട്ടെ ഇപ്പൊ നേരെ മുകളിലത്തെ ആ ഒരു ഫ്ലോറിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാൽക്കണിയിലൂടെ കയറിയതിനു ശേഷം അന്നയും ജായിനെയും മുകളിലേക്ക് പിടിച്ച് കയറ്റാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ആന അവനെയും എടുത്തിട്ട് ഈജോയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ജായിനാകട്ടെ തനിക്ക് പരിചയമില്ലാതെ ഒരാളുടെ ഒപ്പം പോകാനായിട്ട് കൂട്ടാക്കാത്ത കാരണം കൊണ്ട് അവരുടെ ഇടയിൽ ഒരു ടെൻഷൻ ഉണ്ടാവുകയും അതിന്റെ ഇടയിൽ പെട്ടെന്ന് സ്ലിപ്പായിട്ട് ആന താഴെയുള്ള ആ ഒരു വെള്ളത്തിലേക്ക് വീണു പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം തന്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ആക്സിഡന്റിന്റെ മെമ്മറി അവൾക്ക് വരുന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെ വീണ്ടും നീന്തി രക്ഷപ്പെട്ട് അവൾ തിരിച്ച് അവളുടെ മകന്റെ അടുത്തേക്ക് വരുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ലിഫ്റ്റിൽ ആ ഒരു ട്രാപ്ഡായിട്ട് ഹെൽപ്പിന് വേണ്ടി നിലവിളിക്കുന്നത് അവൾ കേൾക്കുന്നുണ്ട്. അവളാകട്ടെ അയാളെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഇതേ നേരം തന്നെ വേറൊരു വേവ് അവിടേക്ക് വരികയും അവൾ വീണ്ടും വെള്ളത്തിനടിയിലായി പോവുകയും ചെയ്യാണ്. ഈ സമയത്താണ് നമ്മൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്ന അവളുടെ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ അവൾക്കും അവളുടെ ഹസ്ബൻഡിനും ജായിനും ഒരു ആക്സിഡന്റ് പറ്റുകയും അവര് വെള്ളത്തിനടിയിലായി പോവുകയും ചെയ്യുന്നുണ്ട്. സോ ഈ സമയത്ത് അന്നയുടെ ഹസ്ബൻഡ് ആകട്ടെ തന്റെ മകനായിട്ടുള്ള ജായിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അന്നയുടെ ഹസ്ബൻഡിന്റെ മീത്തുകൂടെ തന്നെ ആ ഒരു വണ്ടി മറയുന്ന കാരണം കൊണ്ട് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. സോ തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കുന്ന അന്നയുടെ ഹസ്ബൻഡ് തങ്ങളുടെ മകനെ അവളുടെ കയ്യിലേക്ക് കൊടുത്ത് അന്നയോടും ജായിനോടും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറയാണ് ചെയ്തത്. സോ അങ്ങനെ ഇപ്പൊ ആ ഒരു മെമ്മറി വിട്ട് വീണ്ടും പ്രസന്റിൽ ആ ഒരു ലിഫ്റ്റിൽ കിടന്ന ആളെ രക്ഷപ്പെടാൻ പറ്റാണ്ട് അവൾ എങ്ങനെയൊക്കെ ഓടി ഓടി ലാസ്റ്റ് ആ ഒരു സെക്യൂരിറ്റിയെ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ അന്നയുടെ മകന് സീഷർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന അവളുടെ കയ്യിലിരുന്ന് മെഡിസിൻ നോക്കുമ്പോഴാണ് നേരത്തെ സ്വിം ചെയ്യുന്നതിനിടയിൽ അത് നഷ്ടപ്പെട്ട കാര്യം അവൾ ആലോചിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അന്ന ആ ഒരു അപ്പാർട്ട്മെന്റ് മുഴുവൻ തെരഞ്ഞ് ഒരു റൂമിലേക്ക് കടന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓറഞ്ച് ജ്യൂസിൽ കുറെ ഷുഗർ ഒക്കെ ഇട്ടിട്ട് അവന് കൊടുക്കുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ അവളുടെ മകന് ഷുഗർ പോലെയുള്ള ഏതൊരു അസുഖം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻസിനെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന അന്നയും അവളുടെ ബോസും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് കാണിക്കുന്നത്. അതിൽ തനിക്കിനിയും ജായിനെ നോക്കാനായിട്ട് സാധിക്കില്ലെന്നും തന്റെ ഹസ്ബൻഡ് മരിച്ചതുകൊണ്ട് താൻ വളരെ ഡൗൺ ആണെന്നും അന്ന ആ ഒരു ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താൻ അവനെ വിട്ടുകൊടുക്കാൻ പോവാണെന്നും ഒരു കുഞ്ഞിന്റെ അമ്മയാവാനായിട്ടുള്ള കരുത്തും ഇതൊന്നും തനിക്കില്ലെന്നും അവൾ പറയുന്നുണ്ട്. സോ ആക്ച്വലി ഈ ഒരു സമയത്താണ് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ജായി എന്ന് പറയുന്നത് ശരിക്കും അന്നയുടെ മകനല്ലെന്നും പകരം അന്ന എന്ന ഒരു റിസർച്ചർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇമോഷണൽ എഞ്ചിൻ ആണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. വീണ്ടും ഫ്ലാഷ് ബാക്കിൽ ഇപ്പൊ ആ ഒരു ബോസ് അന്നയുടെ അടുത്ത് നമ്മൾ രണ്ടുപേരും കൂടി ക്രിയേറ്റ് ചെയ്ത ഇമോഷൻ എഞ്ചിൻ ഒരു സക്സസ് ആയതുകൊണ്ട് മൾട്ടിനാഷണൽ ആയിട്ടുള്ള കമ്പനീസ് ഇവരുടെ ആ ഒരു ഇമോഷൻ എഞ്ചിനെ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ഹ്യൂമൻസിനെ ഉണ്ടാക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളൊരു കാര്യം അവളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ തങ്ങളുടെ കയ്യിലുള്ള ജായിൻ എന്ന ആ ഒരു ഇമോഷണൽ എഞ്ചിനെയും അതുപോലെ ഈ ബോസിനും
ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആക്ച്വലി അത് കുട്ടിയല്ല, ഇതുപോലൊരു ഇമോഷണൽ എഞ്ചിൻ തന്നെയാണ്. സോ ഇവരുടെ കയ്യിലുള്ള ആ ഒരു 2 ഇമോഷണൽ എഞ്ചിനെയും ആ ഒരു കമ്പനിയിലേക്ക് കൊടുക്കാമെന്നും അതുവരെയുള്ള ചെറിയൊരു സമയത്തേക്ക് നീ ജായിനെ നോക്കണമെന്നും ആ ഒരു ബോസ് ഇപ്പൊ പറയുന്നുണ്ട്. സോ ആനയ്ക്ക് ആക്ച്വലി ജായിനെ വളർത്തുന്നതിന് അത്രയും വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും അവളുടെ വർക്കിന്റെ ഭാഗമായിട്ട് ജായിന് യഥാർത്ഥത്തിൽ ഇമോഷൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവൾ ജായിനെ സ്വന്തം മകനായിട്ട് വളർത്തിക്കൊണ്ടിരുന്നതിനുള്ളൊരു കാര്യം നമുക്ക് ഇപ്പോൾ റിവീൽ ആകുന്നുണ്ട്. ഇതേ നേരം തന്നെ പ്രസന്റിൽ ഇപ്പോൾ ആ ഒരു സെക്യൂരിറ്റി വന്ന് അന്നയെ കണ്ടിട്ട് നമ്മൾ ടെറസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയിലത്തെ ആൾക്കാർ നമ്മളെ വന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു, അന്നെ അവർ തൽക്കാലത്തേക്കുള്ള ഒരു ഷെൽട്ടറിലേക്ക് മാറ്റുകയാണെങ്കിൽ ജായിനെ ആ ഒരു കമ്പനി അവരുടെ ടൂളായിട്ട് പിന്നീട് ഉപയോഗിക്കാനായിട്ട് അന്നയുടെ കയ്യിൽ നിന്നും എടുത്തുകൊണ്ട് പോകുമെന്നും ആ ഒരു സെക്യൂരിറ്റി പറയുന്നുണ്ട്. പക്ഷെ ഈ സമയം ആദ്യമൊക്കെ അവർ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായി നിന്ന അന്നയ്ക്ക് ഇത് കേൾക്കുമ്പോൾ അവരുടെ മുഖമൊക്കെ ഒന്ന് മാറുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്ത് അന്നയ്ക്ക് ആ ഒരു ഹ്യൂമൻ എഞ്ചിനുമായിട്ട് അമ്മയുടെയും മകന്റെയും പോലത്തെ ആ ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ തന്നെയാണ് അവിടേക്ക് ഇപ്പോൾ മൂന്നാമത്തെ ഒരു വേവും ശക്തമായിട്ടുള്ള ഒരു മഴയും എത്തുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു സെക്യൂരിറ്റി അനയും ജായിനെയും കൂട്ടിയിട്ട് വീണ്ടും മുകളിലേക്ക് ഓടിപ്പോകുന്നതിന്റെ ഇടയിൽ അവിടെ ഒരു ഫ്ലോറിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വിമൻ തന്റെ ഡെലിവറിക്കായിട്ട് ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിച്ച് കരയുന്നത് അവൾ കാണുന്നുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ ഇടയിൽ അവരെ രക്ഷിക്കാനായിട്ടുള്ള ടൈം കിട്ടാത്തോണ്ട് അവളിപ്പോ വിഷമത്തോടെ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ ജായിനിപ്പോ അവളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. താൻ പണ്ട് കുഞ്ഞായിരുന്നപ്പോ അമ്മയും ആ ഒരു പ്രഗ്നന്റ് ലേഡിയെ പോലെ ഇത്രയും വേദന അനുഭവിച്ചിരുന്നു എന്ന് ജായിൻ ചോദിക്കുമ്പോൾ അത് കേട്ട് അന്ന ആകെ തകർന്ന് പോകുന്നുണ്ട്. കാരണം ഇപ്പൊ അത്രമാത്രം അവള് ജായിനായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ അവൾ ആ ഒരു സെക്യൂരിറ്റിനെ കണ്ടിട്ട് ഞാൻ എന്തിനാണ് എന്റെ മകനെ നിങ്ങൾക്ക് വിട്ടു തരേണ്ടതെന്നും തനിക്കതിന് സാധിക്കില്ലെന്ന് പറഞ്ഞ് അവളിപ്പോൾ വാശി പിടിക്കുന്നുണ്ടെങ്കിലും ആ ഒരു കമ്പനിക്കാരാകട്ടെ ഓൾറെഡി റൂഫ് ടോപ്പിൽ ഇവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഉലുക്ക വന്ന് ഭൂമി മുഴുവൻ നശിപ്പിക്കാൻ പോകുന്ന കാരണം കൊണ്ട് മനുഷ്യരാശി ഇനി നിലനിർത്തുന്നെങ്കിൽ അതിന് വേണ്ട ഒരേ ഒരു കാര്യം ജായിനെ പോലെയുള്ള ഇമോഷണൽ എഞ്ചിൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു കമ്പനിയിലത്തെ ആൾക്കാർ വന്നിട്ട് ജായിനെയും അന്നയും പിടിച്ചോണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അന്നയെ അവർ ഫോഴ്സ്ഫുള്ളി തന്നെ ജായിന്റെ അടുത്ത് നിന്നും മാറ്റി നിർത്തിയിട്ട് ജായിന്റെ തലയിലെ മുടിയൊക്കെ ഇപ്പൊ ട്രിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു നേരം ജായിൻ അവിടെ കിടന്ന് കരയുമ്പോൾ അന്ന ആ ഒരു സെക്യൂരിറ്റിയോട് തങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അവൾ ആ ഒരു ഷെൽട്ടറിലേക്ക് എത്തുന്നവരെയെങ്കിലും ജായിനെ തന്റെ ഒപ്പം നിർത്താൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴാണ് ശരിക്കും അങ്ങനെ ഒരു ഷെൽട്ടർ പോലും ഇല്ലെന്നും അധികം വൈകാതെ തന്നെ മറ്റൊരു ഉലുക്ക ഒരു ഭൂമിയിലേക്ക് പതിച്ച് ഓൺ ദ സ്പോട്ട് തന്നെ അവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും ഇല്ലാണ്ടാവുമെന്നും ആക്ച്വലി ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ട് ഇവർ ഓൾറെഡി മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സ്പേസ് ലാബിലേക്ക് പോകുന്നത് അന്ന മാത്രമായിരിക്കുമെന്നും ഇപ്പൊ ആ ഒരു സെക്യൂരിറ്റിക്കാര് പറയുന്നുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ ഇത്ര നേരം അന്നയോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സെക്യൂരിറ്റിക്കാരനെ അവർ ഷൂട്ട് ചെയ്ത് കൊന്നുകളയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അന്ന വേറെ ഒരു ഓപ്ഷനും ഇല്ലാണ്ട് ഹെലികോപ്റ്ററിലേക്ക് കയറുകയും ബാക്കിയുണ്ടായിരുന്ന സെക്യൂരിറ്റിമാരെ എല്ലാരും കൂടി ചേർന്നിട്ട് ജായിന്റെ തല ഷേവ് ചെയ്യുകയും അതിൽ നിന്ന് എന്തോ ഒരു കാര്യം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോ ഒരു ഭൂമി മുഴുവനും ഇല്ലാണ്ടാക്കുന്ന വലിയൊരു ഗ്രേറ്റ് സുനാമി അവിടേക്ക് വരുന്ന അതേ സമയം തന്നെ ആനയും ആ ഒരു പ്രൊജക്ടിന് വേണ്ട ആൾക്കാരും ഭൂമിയുടെ പല ഭാഗത്തു നിന്ന് റോക്കറ്റുകളിലായിട്ട് സ്പേസിനെ ലക്ഷ്യമാക്കി പറക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു റോക്കറ്റിലായിട്ട് സയന്റിസ്റ്റുമാരെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബോഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും അതിന് ആകെ കൂടി ഇല്ലാത്തതായിട്ട് ഇമോഷൻസ് മാത്രമാണെന്നുള്ള അവരുടെ ഒരു വോയിസ് ഓവറും നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻസിനെ ക്രിയേറ്റ് ചെയ്ത് ഒരു സൊസൈറ്റി തുടങ്ങാന്നുള്ളതാണ് ഇനിയുള്ള അവരുടെ പ്ലാൻ. അതിനായിട്ട് ആ ഒരു കുട്ടിയെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവര് നേരത്തെ ജായിന്റെ അലയൊക്കെ മൊട്ടടിച്ചിട്ട് അതിന്റെ അകത്ത് നിന്നുമുള്ള ഒരു ഇമോഷണൽ എഞ്ചിന്റെ ഒരു ഭാഗം അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ ഒരു കുട്ടിയെ ക്രിയേറ്റ് ചെയ്യുന്നത് സക്സസ് ആയതുകൊണ്ട് തന്നെ ഇനി അവർക്ക് ഒരു അമ്മയെ വേണമെന്നും അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന ഒരു തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ അവരെല്ലാവരും കൂടി ഒരു സിമുലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണെന്നും ഈ ഒരു സിമുലേഷനിൽ ഒരമ്മ തന്റെ മകനെ രക്ഷപ്പെടുത്താനായിട്ട് ഏതൊരു അറ്റം വരെ പോകാനായിട്ട് തയ്യാറാവുന്നതും വെച്ചിട്ട് ഒരു സിമുലേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ ഇവർക്ക് വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ എഞ്ചിൻ ആ ഒരു അമ്മയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നും അന്ന പറയുന്നുണ്ട്. ഇതിന് നേരം തന്നെ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഉലുക്കയുടെ ഒരുപാട് റിമെയിൻസ് ഒക്കെ ഇവരുടെ റോക്കറ്റിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നേരം തന്നെ അന്ന ഇപ്പൊ സ്വയം ആ ഒരു സിമുലേഷനിലേക്ക് കടക്കുന്നുണ്ട്. സോ ആ ഒരു സിമുലേഷനിൽ അവളിപ്പോ വീണ്ടും ഉറക്കം എണീക്കുന്നത് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട അവളുടെ ആ ഒരു ബെഡ്റൂമിലാണ്. തുടർന്ന് വെള്ളം താഴെ വരികയും അവള് ജായിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി റിയാലിറ്റി അല്ല, പകരം അവൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിമുലേഷൻ മാത്രമാണ്. തുടർന്ന് വീണ്ടും നമ്മൾ സിനിമയുടെ ആദ്യം കണ്ട പോലെ തന്നെ ജായിൻ അന്നയുടെ അടുത്ത് നിന്ന് പിണങ്ങി കബേർഡിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയും അന്ന അവനെ കണ്ടുപിടിക്കുമ്പോൾ പതിവിലും വ്യത്യസ്തമായിട്ട് തനിക്ക് എന്താണ് എപ്പോഴും 6 വയസ്സ് തന്നെ പ്രായമായിരിക്കുന്നതിനും മറ്റു കുട്ടികളെ പോലെ താൻ എന്താ വളരാത്തതിനും ജായിൻ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അന്ന ഇപ്പൊ അവനെയും കൂട്ടിയിട്ട് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകാൻ നിൽക്കുന്ന നേരത്താണ് വീണ്ടും ഒരു സുനാമി പോലുള്ള ഒരു വേവ് അവിടേക്ക് എത്തുകയും അവർ രണ്ടുപേരും ഇപ്പൊ വെള്ളത്തിലായി പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ അവരിപ്പോ കരയ്ക്ക് പിടിച്ച് കയറിയതിനു ശേഷം
അന്ന നോക്കുമ്പോൾ അവളുടെ ഒപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്ന ജായിനെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. ജായിൻ വീണ്ടും ആ ഒരു വെള്ളത്തിൽ പെട്ടു എന്ന് തോന്നിയിട്ട് അവൾ വീണ്ടും വെള്ളത്തിലേക്ക് ചാടിയിട്ട് അവനെ നോക്കുന്ന നേരം പെട്ടെന്ന് ആനയുടെ പോക്കറ്റിൽ നിന്ന് ജായിന്റെ ആ ഒരു ഗോഗിൾസ് അവൾക്ക് കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സിമുലേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യും മുമ്പ് റിയാലിറ്റിയിൽ ഏറ്റവും അവസാനമായിട്ട് അവർ കണ്ട സമയത്ത് അന്നയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ജായിന്റെ ഒരേ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു ആ ഒരു ഗോഗിൾസ്. അങ്ങനെ അവൾ അത് നോക്കിയിട്ട് ഇരിക്കവെയാണ് പെട്ടെന്ന് പുറമേ നിന്ന് ഒരു കാറ് വന്ന് അവളെ ഹിറ്റ് ചെയ്യുന്നതും ഓൺ ദ സ്പോട്ട് അവൾ മരിക്കുന്നതും. സോ അവൾ മരിക്കുന്ന കാരണം കൊണ്ട് ആക്ച്വലി ഒരു സിമുലേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് അന്ന ഓരോ തവണയും ഓരോ സിമുലേഷനിലും തന്റെ മകനായിട്ടുള്ള ജായിനെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അന്നയ്ക്ക് അതിന് സാധിച്ചില്ലെങ്കിലോ ഇടയ്ക്ക് വെച്ച് അവൾ മരണപ്പെട്ടാലോ വീണ്ടും ആ ഒരു സിമുലേഷൻ റിപ്പീറ്റ് ചെയ്യും. സോ അങ്ങനെയാണ് അന്നയും ബാക്കി റിസർച്ചേഴ്സും കൂടിയൊക്കെ ആ ഒരു സിമുലേഷനെ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻസ് എന്ന ആ ഒരു സ്വപ്നം നടപ്പിലാക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേ നേരം വീണ്ടും ആ ഒരു സിമുലേഷനിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ആ ഒരു സെക്യൂരിറ്റി നമ്മുടെ അന്നയുടെ ഒപ്പം നിന്ന് അവളെ തന്റെ മകനെ കണ്ടുപിടിക്കാനായിട്ട് രക്ഷപ്പെടുത്തുന്നുണ്ട്. അതായത് ഓരോ തവണ അവള് സിമുലേഷനിലേക്ക് കടക്കുമ്പോഴും റിയാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഓരോ ഇൻസിഡൻസ് തന്നെയാണ് അതിന്റെ ഓരോ ഭാഗങ്ങളിലേക്കാണ് അവൾ വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ നേരം അവളുടെ ടീഷർട്ടിൽ നമ്പറായിട്ട് നമ്പർ 787 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതായത് ശരിക്കും പറഞ്ഞ ഈ ടീഷർട്ടിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് ആക്ച്വലി എത്ര പ്രാവശ്യമായിട്ടാണോ ഈ ഒരു സിമുലേഷൻ നടക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അതായത് അന്ന ഈ ഒരു ലൂപ്പിൽ പെട്ടിട്ട് ഇത് 787 തവണ ആയിട്ടുണ്ടായിരുന്നു. ഇത്ര പ്രാവശ്യം ശ്രമിച്ചിട്ടും അവൾക്ക് തന്റെ മകനായിട്ടുള്ള ജായിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ വീണ്ടും അവളും ആ ഒരു സെക്യൂരിറ്റിയും കൂടി തന്റെ മകനെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്താണ് നമ്മുടെ റിയൽ ആയിട്ട് നടന്ന കഥയിൽ ഗ്യാസ് എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. സോ കൃത്യം ഈ സമയം ഗ്യാസ് എക്സ്പ്ലോഡ് ചെയ്യുകയും അതില് അന്ന മരിക്കുകയും വീണ്ടും ഈ ഒരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് 1931 എന്ന നമ്പറാണ് നമ്മളെ കാണിക്കുന്നത്. അതായത് ഇപ്പോ അവൾ ആ ഒരു സിമുലേഷനിൽ പെട്ടിട്ട് 2000-അടുത്ത് സമയമായിട്ടുണ്ട്. ഈ സമയം അന തന്റെ മകനെ ആ ഒരു സെക്യൂരിറ്റിയുടെ കയ്യിൽ കാണുകയും അവനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ നിന്നും ആ ഒരു സെക്യൂരിറ്റി അടുത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്ന നേരമാണ് ഒറിജിനൽ കഥയിൽ നമ്മൾ കണ്ടതുപോലെ ആ ഒരു ലിഫ്റ്റിൽ ആ ഒരു ട്രാപ്പ് ചെയ്ത് കിടക്കുന്ന ആ ഒരു സീൻ ഇപ്പം നമ്മളെ കാണിക്കുന്നത്. അന്ന ഇപ്പോൾ ഈ സമയം അവളെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കുകയും അവിടെ വെച്ച് അവളും ഡ്രൗൺ ചെയ്ത് മരണപ്പെട്ട് പോവാണ്. പിന്നീട് നമ്മൾ കാണിക്കുന്നത് ആക്ച്വലി 4007 തവണ അവൾ ആ ഒരു സിമുലേഷനിൽ പെടുന്നതാണ്. സോ ഈ സമയത്ത് ഇത്രയും നാളുകളുടെ പരാജയത്തിന് ശേഷം ഏറ്റവും ഫൈനലി അവള് ആ ഒരു ലിഫ്റ്റിൽ ട്രാപ്പ് ചെയ്ത് കിടന്ന കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവളെയും കൂട്ടി അവളിപ്പോ നേരെ ഒരു കുഞ്ഞിന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ കാണാൻ പോകുമ്പോഴാണ് അത് നേരത്തെ റിയാലിറ്റിയിൽ അവള് ജായിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അവന് മരുന്നൊക്കെ കൊടുത്ത അതേ ഒരു റൂമാണെന്ന് അവള് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പോഴും അവൾക്ക് ജായിനെ പറ്റിയിട്ട് ഒരു വിവരം കിട്ടാതെ നിൽക്കുന്ന നേരമാണ് ആ ഒരു സെക്യൂരിറ്റി അവിടെ വന്നിട്ട് അവന്റെ ഹയർ ആയിട്ടുള്ള ഒഫീഷ്യൽസ് അധികം വൈകാതെ ഇവിടെ എത്തുമെന്ന് അവളുടെ അടുത്ത് പറയുന്നത്. സോ അവരുടെ മുമ്പ് തന്നെ തന്റെ മകനെ കണ്ടുപിടിക്കാനായിട്ട് അന്ന് വീണ്ടും തന്റെ മകനെ അന്വേഷിച്ച് അങ്ങനെ ഓടുകയാണ് കേട്ടോ. ഈ നേരം അവളുടെ ടീഷർട്ടിലെ നമ്പർ എന്ന് പറയുന്നത് 7993 ആണ്. ഇത്രയും തവണ ഈ ഒരു ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലാണ്ട് മറ്റ് സിമുലേഷൻസിന്റെ ചെറിയൊരു മെമ്മറി ഒക്കെ അവളുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേ നേരം തന്നെ അവളിപ്പോ വന്നിട്ട് ഇതിനു മുമ്പ് പല സിമുലേഷൻസിലും അവൾ രക്ഷിക്കാൻ പറ്റാണ്ടിരുന്ന ആ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയെ അവള് ഈ ഒരു സിമുലേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് ജായിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവളെ ആ ഒരു സെക്യൂരിറ്റി ഒരു റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ അവിടെ വെച്ചിട്ട് അവന്റെ ഒപ്പം ഉണ്ടായിരുന്ന ബാക്കി ഏജൻസ് ഒക്കെ അവളെ വന്ന് പിടിച്ചു കെട്ടിയിട്ട് അവളെ റൂഫ് ടോപ്പിലേക്ക് കൊണ്ടുപോകാണെന്നും ജായിനെ പിടിച്ചുകൊണ്ട് വരുമെന്നും അവളെ വാൺ ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ അവളുടെ ടീഷർട്ടിൽ എത്തിയിരിക്കുന്ന നമ്പർ 13,417 ആണെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ ഇത്രയും തവണ ഈ ഒരു നടന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് അന്ന് ഇപ്പൊ ആ ഒരു സെക്യൂരിറ്റിയോട് നമ്മൾ ഒരു ലൂപ്പിലാണെന്നും എല്ലാ തവണയും ആ ഒരു റൂഫ് ടോപ്പിൽ വെച്ച് നിന്നെ അവർ കൊന്നുകളയുമെന്നും അവളിപ്പോ അവനെ വാൺ ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ പാസ്റ്റ് ഉണ്ടായിട്ടുള്ള ആ ഒരു ലൂപ്പിന്റെ മെമ്മറീസ് ഒക്കെ തിരിച്ചു കിട്ടുന്ന ആ ഒരു സെക്യൂരിറ്റിക്കും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ട് അവനത് ആ ഒരു ഗാർഡുകളോട് ചോദിക്കുകയും ഓൺ ദി സ്പോട്ടിൽ തന്നെ ഗാർഡുകൾ അവരെ കൊന്നുകളയാനായിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം ആന ഒരു ഗാർഡിനെ ഷൂട്ട് ചെയ്ത് അവനെ ഹെൽപ്പ് ചെയ്യുകയും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഹീജോ ആനയും രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുകയും ഒരു സിമുലേഷനെ കുറിച്ചും അതിന്റെ അകത്തുള്ള ഒരു ലൂപ്പിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യും. ഇതിനു മുമ്പും അവർ തമ്മിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നും ആന അവന്റെ അടുത്ത് പറയുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മളെ കാണിക്കുന്നത് സിമുലേഷൻ നമ്പർ 21,499 എന്ന ഒരു സിമുലേഷൻ ആണ്. പക്ഷെ ഇത്തവണ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ചെയ്യാത്ത രീതിയിൽ അവര് എല്ലാ ഗാർഡ്സിനെയും ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ജനലുകൾ വഴിയൊക്കെ ഫ്ലോറുകൾ മാറിയിട്ട് സെക്യൂരിറ്റി ആയിട്ടുള്ള ഹീജോ ആ ഒരു ഗാർഡുകളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന നേരം കൊണ്ട് തന്ത്രപൂർവ്വം അന്ന റൂഫ് ടോപ്പിലേക്ക് എത്തുകയും ചെയ്യാണ്. അവിടെ വെച്ച് അന്ന ഒരു കബോർഡ് കാണുകയും അതിന്റെ അകത്ത് തുറന്നു നോക്കുമ്പോൾ അവൾ ഏറ്റവും ഫൈനലായിട്ട് ജായിനെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സിമുലേഷൻസിന്
ശേഷം അവസാനം അവനെ കണ്ട സന്തോഷത്തിൽ അന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഇത്രയും തവണ എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെന്ന് ചോദിച്ചു അവൻ അവനെ ഉപേക്ഷിച്ചതിന് സോറിയൊക്കെ ചോദിക്കുമ്പോൾ അമ്മ എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ലെന്നും പറഞ്ഞിട്ട് അന്ന് ശരിക്കും റിയാലിറ്റിയിൽ അന്ന ഏറ്റവും അവസാനമായിട്ട് ജായിനെ കണ്ട് അവന്റെ ചെവിയിൽ എന്തോ പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അത് ആക്ച്വലി എത്ര വട്ടം ശ്രമിച്ചിട്ടായാലും അമ്മ നിന്നെ കണ്ടെത്തുന്നു, നീ അതുവരെ കബേർഡിൽ ഒളിച്ചിരിക്കണം എന്നായിരുന്നെന്നും ഇപ്പൊ നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് അന്ന ഒരിക്കലും ജായിൻ ഉപേക്ഷിച്ചിട്ടില്ലെന്നും തിരിച്ചു വരും എന്നുള്ളൊരു പ്രോമിസ് തന്നെയാണ് അന്ന ഇവിടെ നടത്തിയതെന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടുന്ന് സീൻ കട്ട് ചെയ്ത് ശരിക്കും ആ ഒരു റോക്കറ്റിൽ വെച്ച് ഒരു ഉൽക്കയുടെ അവശിഷ്ടങ്ങൾ അതിന് തട്ട് മുമ്പ് തന്നെ അന്ന സ്വയം ആ ഒരു എക്സ്പെരിമെന്റിന്റെ മോഡൽ ആവാമെന്നും എന്റെ മെമ്മറീസ് എല്ലാം വെച്ച് സിമുലേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ തവണയും ഞാൻ ജയിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇത് വീണ്ടും ഒരു ലൂപ്പ് പോലെ റിപ്പീറ്റ് ആവുന്നതും ജായിനെ കണ്ടുപിടിക്കുന്നവരെ അതങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും എന്നുള്ള ഒരു സിമുലേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ തന്റെ മെമ്മറീസിലെങ്കിലും തന്റെ മകനുമായിട്ട് ഒരു പ്രാവശ്യം കൂടി റീയൂണൈറ്റ് ചെയ്യാനായിട്ടുള്ള അന്നയുടെ ആ ഒരു ആഗ്രഹമായിരുന്നു അവളിപ്പോൾ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും ആ ഒരു സിമുലേഷനിലേക്ക് നമ്മളിപ്പോൾ കാണിക്കുകയാണെങ്കിൽ അന്നയും ജായിനും ഒന്നിക്കുന്ന നേരം തന്നെ അവിടേക്ക് ഇപ്പൊ ഏജന്റുമാർ എത്തുകയും അവർ പിടിച്ചുകൊണ്ട് പോകാൻ ട്രൈ ചെയ്യുന്ന നേരം പെട്ടെന്ന് ഒരു സുനാമി അവിടെ വരികയും അന്നെ ഇപ്പോൾ ജായിന്റെ അടുത്തിട്ട് അവന്റെ ഗൂഗിൾസ് ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് അവരുടെ കയ്യിൽ പെടാതെ രക്ഷപ്പെട്ടു പോകാൻ പറയുകയും അവനിപ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിൽ ഇവരുടെ കമ്പനി ഇമോഷണൽ എഞ്ചിൻ എന്ന ആ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുകയും അതിന്റെ ഒരു ഭാഗമായിട്ട് തന്റെ വർക്കിന്റെ ഒരു ഭാഗമായിട്ടാണ് ജായിൻ എന്ന ആ ഒരു ഇമോഷണൽ എഞ്ചിനെ നമ്മുടെ അന്നയ്ക്ക് കിട്ടുന്നതെന്നും അവളും അവളുടെ ബോയ് ഫ്രണ്ടും കൂടി പിന്നീട് അതിനെ സ്വന്തം മകനായിട്ട് എടുത്ത് വളർത്തുകയും ചെയ്യുകയായിരുന്നെന്നും നമ്മളെ കാണിക്കുന്നുണ്ട്. വീണ്ടും ആ ഒരു സിമുലേഷനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ വീണ്ടും ആ ഒരു വേവ് ഒന്ന് ഹിറ്റ് ചെയ്യുകയും അന്നയുടെ കാര്യം തീരുമാനമാവുകയും ആ ഒരു സിമുലേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്ന അതേ നേരം തന്നെ അന്ന ഇങ്ങനെയൊക്കെയോ ആ ഒരു ഏജന്റുമാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ജായിനുമായിട്ട് വീണ്ടും റീയൂണൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ അന്ന എന്ന ആ ഒരു സ്ട്രോങ് മദറിന്റെ ഫീലിങ്സും മകനോടുള്ള അറ്റാച്ച്മെന്റും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്ന കാരണം കൊണ്ട് തന്നെ ശരിക്കും ഹ്യൂമൻ ആയിട്ടുള്ള അന്ന സ്വപ്നം കണ്ടതുപോലെ അവളുടെ പേരിലും എന്റെ മകനായിട്ടുള്ള ജായിന്റെ പേരിലും ഉണ്ടായിരുന്ന ഹ്യൂമൻ എൻജിൻസ് എന്ന ആ ഒരു സ്വപ്നം തന്നെ ഇപ്പൊ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ അങ്ങനെ നമ്മുടെ അന്നയും ജായിനും എന്ന വളരെ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള രണ്ട് ഹ്യൂമൻ ഇമോഷണൽ എൻജിൻസിനെയും കൂടി കാണിച്ച് മനുഷ്യരെ പോലെ തന്നെ ഇമോഷൻസും സ്നേഹവും കെയറിങ്ങും ഒക്കെയുള്ള AI തന്നെ ഒരു പുതിയ ഹ്യൂമൻ വേൾഡിനെ തന്നെ അവർ ക്രിയേറ്റ് ചെയ്യുമെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഈ ഒരു മൂവി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരിക്കലും ഈ ഒരു മൂവി കാണുമ്പോൾ ഈ സിമുലേഷന്റെ കൺസെപ്റ്റ് ഒക്കെ ഏറ്റവും അവസാനമായിട്ടാണ് ഇവർ കാണിക്കുന്നതെങ്കിലും ഈ ഒരു മൂവി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ തന്നെ ഈ ഒരു സിമുലേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഇഷ്ടപ്പെട്ടവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.